അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്താ എന്ന് പറയുന്നത്, എൻ്റെ പ്രവാസികൾ മൊത്തം കേൾക്കുക. ഇതിൽ എന്നെ വിജയിപ്പിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ നിങ്ങളോട് അഭിനന്ദനം. എന്തെന്ന് വെച്ചാൽ, ഈ പ്രവാസികളാണ് ഈ കേരളം മണ്ണാക്കിയ എല്ലാ ബിൽഡിങ്ങുകളും ഈ ഭൂമിയും എല്ലാ വില കൂട്ടിയതും മണ്ണാക്കിയതും എല്ലാം പ്രവാസിൻ്റെ ചോരയാണ്. ഇത് മണ്ണാണ് ഇങ്ങനെ ഈ കേരളം ഇങ്ങനെ ആക്കിയത്. നമ്മളെ കേരളത്തിൽ ഒരു തൊഴിലില്ലായിരുന്നു, ബിൽഡിംഗ് ഇല്ലായിരുന്നു, വീടില്ലായിരുന്നു. ഇതൊക്കെ എല്ലാ മേഖലകളിലും കഷ്ടപ്പാട് പെട്ട് മരുഭൂമി നയിച്ചിട്ട് ഉപ്പ എല്ലാവരും ഇട്ടെറിഞ്ഞ് പോയിട്ട് വർഷങ്ങളോളം അവിടെ നിന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഓരോ സ്ഥലങ്ങളെടുക്കലും ബിൽഡിങ്ങൾ എടുക്കലും കഷ്ടപ്പാട് ആയതുകൊണ്ട് കേരളം ഇങ്ങനെ ഇങ്ങനെ സ്വർണ്ണമായിട്ട് തന്നെ നമ്മൾ കേരളം ചെറിയ ഗൾഫായത് പ്രവാസിൻ്റെ ചോരയാണ് അതൊക്കെ. അല്ലാതെ ഈ രാഷ്ട്രീയം, അതായത് ഈ ലീഗും കോൺഗ്രസും മാർക്സിസ്റ്റും ഒന്നും ഉണ്ടായിട്ടല്ല ഈ കേരളം ഇങ്ങനെ ആയത്. പ്രവാസിയാണ് കേരളം ഇങ്ങനെ മണ്ണാക്കിയത്, നല്ല ഇതാക്കിയത്. അതുകൊണ്ട് ആയിരം പ്രവാസിയൊക്കെ എന്നോട് എനിക്ക് പറയാനുള്ള നന്ദി. പ്രവാസികളുടെ പ്രത്യേകം നന്ദി ഈ കാക്ക പറയുകയാണ് ആദ്യം ആരംഭിക്കട്ടെ. എന്ന് ഞാൻ ദൃഢമായിട്ട് ഞാൻ രാഷ്ട്രീയ പറഞ്ഞ് സംസാരിക്കില്ല, കുറച്ച് കാര്യങ്ങളെ പറയുള്ളൂ. ഇപ്പോൾ ഈ ബംഗ്ലാദേശിൽ നിന്ന് നമ്മളെ കേരളം ഗൾഫ് നാടാക്കിയത് നമ്മളെ പ്രവാസിയാണ്. ഇപ്പം എത്രയോ ആൾക്കാർ പല നാട്ടിൽ നിന്നും വന്നിട്ട് ഇവിടെ നമ്മളെ നാട്ടിൽ വന്ന് നയിച്ചിട്ട് എല്ലാ പൈസ ഒക്കെ ഒരു കൊണ്ടുപോലെ നാട്ടിലേക്ക് നമ്മളെ പ്രവാസികൾ അധ്വാനിച്ചിട്ട് നമ്മൾ കേരളത്തിലേക്ക് അയക്കണം. ഈ കേരളത്തിൽ നിന്ന് മൊത്തം ബംഗാളുകൾ കൊണ്ടുപോകും. ഇതേമാതിരി അവസ്ഥയാണ് ഇപ്പോൾ നാട്. അപ്പോൾ അതുകൊണ്ട് പറയുകയാണെങ്കിൽ ഈ പ്രവാസി കൊണ്ട് ആയിരം നന്ദി എനിക്ക് പുറപ്പാടുണ്ട്. ഞാനൊരു പ്രവാസിയാണ്. നിങ്ങൾ ഈ കഷ്ടപ്പാട് എന്തിനെ പറ്റി പറയുന്നത്? അതുകൊണ്ട് ഇന്നും നിങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഈ കഷ്ടപ്പാട് അവിടെ ആട്ടും തുപ്പും കൊണ്ട് അറബി നാട്ടിൽ കുത്തും എല്ലാത്തും ചവിട്ടും കുത്തും കൊണ്ട് കഷ്ടപ്പെട്ട് ഇങ്ങനെ ഈ മണ്ണ് നമ്മളെ കേരളം ഒരു ഗൾഫ് നാടാക്കി പ്രവാസിക്ക് ആയിരം നന്ദി. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ